തിരുവനന്തപുരം വഞ്ചിയൂരിൽ വസ്തുതർക്കത്തിനിടെ വെട്ടേറ്റ യുവാവ് മരിച്ചു. വഞ്ചിയൂർ പാൽക്കുളങ്ങര സ്വദേശി വൈശാഖാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് നടു റോഡിൽ വൈശാഖിന് വെട്ടേറ്റത്. അയൽവാസിയായ പ്രദീപാണ് വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട പ്രകോപനത്തെ തുടർന്ന് വൈശാഖിനെ വെട്ടിക്കൊന്നത്. പ്രദീപ് റൌഡി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പ്രദീപിനായി തെരച്ചിൽ ഊർജിതമാക്കി. അതേസമയം ഈ പ്രതികൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന വാഹനം തിരുവനന്തപുരത്ത് മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. വഞ്ചൂർ പാൽക്കുളങ്ങരയ്ക്ക് സമീപം ചമ്പക്കടയിലാണ് ഉച്ചയ്ക്ക് 2 മണിയോടെ നാടിനെ നടുക്കിയൊരു കൊലപാതകം ഉണ്ടായത്. വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് പാൽക്കുളങ്ങര സ്വദേശിയായ വൈശാഖാണ് ക്രൂരമായി വെട്ടേറ്റ് നടു റോഡിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ ഹെൽമറ്റ് വീണ് കിടക്കുന്ന ഭാഗത്ത് വെച്ച് വൈശാഖിനെ വെട്ടിയ അയൽവാസിയായ പ്രദീപും തമ്മിൽ തർക്കമുണ്ടാകുമായിരുന്നു. ആ തർക്കത്തിനിടയിലാണ് മറ്റ് പ്രകോപനമൊന്നുമില്ലാതെ വൈശാഖിന് നേരെ കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് പ്രദീപ് ആക്രമിക്കുകയും വെട്ടി വീഴ്ത്തുകയും ചെയ്തത്. കൈയുടെ ഒരു ഭാഗം അസ്ഥിയും മാംസവും പുറത്തു വന്ന നിലയിലാണ് നടക്കുന്ന ദൃശ്യങ്ങളാണ്. നേരത്തെയും ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായി വൈശാഖ് പ്രദീപിനെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്. അങ്ങനെ ആക്രമിച്ചതിന് പകരം വീട്ടാനായി ഇന്ന് ഉച്ചയോടെ ഇവിടേക്ക് എത്തുകയായിരുന്നു പ്രദീപ് ഈ തൊട്ട് അയൽവാസിയാണ്. നേരത്തെ റൌഡി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് പ്രദീപ്. അത്തരം വിവരങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. പോലീസിന്റെ സർവൈലൻസ് ഏറ്റവുമുള്ള വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് ഈ പാൽക്കുളങ്ങര ചമ്പക്കട എന്ന സ്ഥലമൊക്കെ. ഈ മുടുക്കിനിടയിലാണ് വൈശാഖ് താമസിച്ചിരുന്നത്. വൈശാഖിന്റെ വീട് അവിടെയാണ്. ആ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ചില തർക്കങ്ങൾ നേരത്തെ തന്നെ പ്രദീപുമായി നിലനിന്നിരുന്നത്. ഏറെ നാളായി ഈ തർക്കം ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. അതിനിടയിൽ പ്രദീപിനെ നേരത്തെ വൈശാഖ് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് പകരം വീട്ടാനാണ് പ്രദീപ് ഇന്ന് ഉച്ചയോടെ ഇവിടേക്ക് എത്തുകയും വൈശാഖുമായി വാക്കുതർക്കമുണ്ടാകുകയും ആ തർക്കത്തിനൊടുവിൽ രൂക്ഷമായി വെട്ടുകയും ചെയ്തത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം, ഈ വസ്തുതർക്കത്തിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതിലടക്കം വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അല്പസമയം മുമ്പാണ് ഈ പ്രതികൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന കാർ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടെത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിൽ നിന്ന് മദ്യക്കുപ്പികളും പുലിയനാർ കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് വാഹനം കണ്ടെത്തിയത്. വാഹനത്തിനുള്ളിൽ നിന്ന് 3 ആയുധങ്ങൾ കണ്ടെത്തിയ വിവരങ്ങൾ കൂടിയുണ്ട്. അപ്പം മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. മുഖ്യപ്രതി പ്രദീപിനൊപ്പം വാഹനത്തിൽ മറ്റ് 3 പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നഗരത്തെ ഞെട്ടിച്ച ഈ കൊലപാതകം, അതിനുശേഷം പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. പ്രദീപ് എന്ന ആളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾ റൌഡി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഏതായാലും നമുക്ക് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസ് എന്ന് വേണം ഇപ്പോൾ തൽക്കാലം കരുതാൻ. വളരെ വേഗം തന്നെ പ്രതികളിലേക്ക് എത്തും എന്നും ഒന്നിലധികം പ്രതികളുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡാൻ കുര്യനുണ്ട്. ഡാന്, ഈ പ്രതികൾ നേരത്തെ പ്രദീപ് എന്ന ആളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇപ്പോൾ കൂടുതൽ പേർ ഉണ്ടെന്നുള്ള നിഗമനത്തിലാണോ പോലീസ്? നിലവിൽ ഈ പ്രദീപ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഒപ്പം 3 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഉള്ളൂർ പുലിയനാർ കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഇവരുടെ ഈ ഓൾട്ടോ കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിനുള്ളിൽ 3 വടിവാളുകളും മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. ആ മദ്യക്കുപ്പികളും വടിവാളുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാഹനത്തിനുള്ളിൽ നിന്ന് ഫോറൻസിക് സംഘം അല്പസമയത്തിനകം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തും. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാഹനം ഇവിടെ ഉപേക്ഷിച്ചതിനു ശേഷം ഇവിടെ നിന്ന് പ്രദീപും ഒപ്പമുണ്ടായിരുന്നവരും എവിടേക്ക് രക്ഷപ്പെട്ടു എന്നതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദീപിന്റെ മൊബൈൽ ഫോൺ മണിക്കൂറുകളായി സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് ഈ കൊലപാതകം നടന്നത് എന്ന കാര്യം പോലീസ് ഇപ്പോഴും ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രദീപിനെ മാസങ്ങൾക്ക് മുമ്പ് കൈപ്പത്തിയിൽ ആക്രമിക്കുകയും ആ ആക്രമണത്തെ തുടർന്ന് ഏറെ നാളായി പ്രദീപ് ചികിത്സയിൽ തുടരുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ക്രിമിനൽ പശ്ചാത്തലം കൂടിയുള്ള വൈശാഖ് നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് പുറത്തിറങ്ങിയത്.
അങ്ങനെ പുറത്തിറങ്ങി ഈ വഞ്ചിയൂരിൽ പാൽക്കുളങ്ങരയ്ക്കടുത്തുള്ള സ്വന്തം വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ എത്തിയതിനിടയിലാണ് കാത്തുനിന്ന സംഘം പ്രദീപിന്റെ നേതൃത്വത്തിലുള്ളവർ ഇയാളെ തടഞ്ഞു വെച്ച് ആക്രമിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.